ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളപ്പോ ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോബ്ലം സോൾവിംഗ്. എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാനുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രോഗ്രാമിംഗ് എന്താണെന്നൊക്കെ ഉള്ളതിന്റെ ചെറിയൊരു ഐഡിയയിലേക്കാണ് വരുന്നത്. നിങ്ങൾ C++ ഒക്കെ പഠിക്കാൻ പോവുകയാണ്, അതിന്റെയൊക്കെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ്. ഒരു പ്രോഗ്രാമിംഗിൽ വരുന്ന ഫേസസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കിയാലോ. അപ്പം ആദ്യം തന്നെ വരുന്നതാണ് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നമുക്കൊരു പ്രോബ്ലം ആണല്ലേ സോൾവ് ചെയ്യേണ്ടത്. ഈ പ്രോഗ്രാമിംഗ്, ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തേക്കുന്നതാണ്. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് വേണം, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യണം. അത് സോൾവ് ചെയ്യണേൽ മുന്നേ പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റേജ് ആണ് എന്ത്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. കണ്ട മക്കളെ, എന്താണ്, പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു. ഇനി നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ തന്നെ ഇതാണ് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ട് പറയണത്, പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം ഫ്ലോ ചാർട്ടും ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രോഗ്രാമിനെ കോഡ് ചെയ്യണം, പ്രോഗ്രാം റിട്ടേൺ ചെയ്യണത്. അതിനുശേഷം വരുന്നതാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കമ്പ്യൂട്ടർ മാറ്റണേന് ട്രാൻസ്ലേഷൻ എന്ന് പറയാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. പിന്നെ വരുന്നതാണ് ഡീബഗ്ഗിങ്. അപ്പൊ ട്രാൻസ്ലേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, ഡീബഗ്ഗിങ് വരും. ആൻഡ് ദെൻ എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ലാസ്റ്റ് ആയിട്ട് ഡോക്യുമെന്റേഷൻ. ഇവരെല്ലാവരെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായി പഠിച്ചാലോ. നമ്മളെ ഫസ്റ്റ് ഫേസ് എന്താ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. അപ്പൊ നമുക്ക് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്താ നോക്കാം. അതായത് നമ്മൾ പ്രോബ്ലത്തിന് ഐഡന്റിഫൈ ചെയ്യാൻ പോവേനല്ലേ. അപ്പൊ നമ്മൾ ആലോചിക്കാണ്, എന്റെ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റ ആയിരിക്കും ഉണ്ടാവുക, ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞാ എനിക്ക് ചെയ്യേണ്ടത് 2 നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടെന്ന് വിചാരിക്കുക. ഫോർമുല എന്തായിക്കൊള്ളൂ, സം ഇസ് ഈക്വൽ ടു a + b. ഇതാണ് അവിടുത്തെ ഫോർമുല അല്ലെ. അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യാണ്, നമ്മളെ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫോർമുലാസ് ആണ് യൂസ് ചെയ്യണത്, എങ്ങനത്തെ ഡാറ്റയാണ് ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിലാണ് പഠിക്കുക. അപ്പൊ നമുക്ക് എന്താ ജസ്റ്റ് നോക്കാം. ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ ക്യാരക്ടർ ടൈപ്പ് ഡാറ്റ ഉണ്ട്, അതായത് ലെറ്റേഴ്സ് ആണുള്ളത്. ക്യാരക്ടർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ആയിട്ടുള്ള ഡാറ്റേഴ്സ് ഉണ്ട്. പിന്നെ എന്തും ഉണ്ടാവും, നമ്പർ ടൈപ്പ് ഡാറ്റാസും ഉണ്ടാവും. സോ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിൽ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഇൻവോൾവ് ചെയ്തേക്കണത്, അതിന്റെ ടൈപ്പും അതിന്റെ ക്വാണ്ടിറ്റി, നമ്മൾ എന്ത് ഫോർമുലയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇതിനാണ് നമ്മൾ എന്ത് പറയാ, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇൻ ദിസ് കേസ് we will be able to identify the data. ഡാറ്റയെ ഐഡന്റിഫൈ ചെയ്തു. ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്സിംഗ്, ഇറ്റ്സ് ടൈപ്പ്, ഡാറ്റയുടെ ടൈപ്പ്, ക്വാണ്ടിറ്റി ആൻഡ് ഫോർമുല ടു ബി യൂസ്ഡ്, എന്ത് ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്, ആൻഡ് ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആൻഡ് ദ ഔട്ട്പുട്ട് ടു ബി ഒബ്റ്റെയിൻഡ്, എന്ത് ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒക്കെ ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. ഇതാണെന്ത്, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നമ്മൾ തന്നെ റിയൽ ലൈഫിൽ ഇങ്ങനെ ആലോചിക്കാം. നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ പറയണതാണ് പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് അൽഗോരിതം എന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു കൊച്ച്, ഈ കൊച്ചിന് പച്ചക്കറി വാങ്ങിയാണ് വേണ്ടത്. പച്ചക്കറി വാങ്ങാനാണ് പോണ്ടത്. അപ്പൊ ഇവിടെ പച്ചക്കറി വാങ്ങിയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. സ്റ്റെപ്പ് 1 നോക്കിയേ, കൊച്ചു പോയി ആ കടയിലെ ചേച്ചിനോട് ചോദിക്കാണ് എന്തൊക്കെയാണ് ഉള്ളത്, ഇവിടെ എന്തൊക്കെ വേണം ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാണ്. ഇതാണ് അപ്പൊ എന്ത്, സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 2 ആയിട്ട് കൊച്ചു എന്ത് ചെയ്ത്, സാധനം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് വേണം, പൈസ കൊടുക്കണ്ടേ. അപ്പൊ സ്റ്റെപ്പ് 2 ആയിട്ട് കൊച്ചു എന്ത് ചെയ്തു, പൈസ കൊടുത്തു. സ്റ്റെപ്പ് 3 എന്ത് ചെയ്തു, കൊച്ചു നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 4ലും കൊച്ചു നടന്ന് വീട്ടിലേക്ക് പോവുകയാണ്. പോയി ആളെ എവിടേക്കെത്തി, വീട്ടിലോട്ട് എത്തി. അതായത് അവിടെ നടക്കണ സംഭവങ്ങൾ ഇവിടെ നമ്മ എങ്ങനെ കൊടുത്തേക്കണത്, ഓരോ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തേക്കാണ്.
എന്താ ചെയ്തേക്കണത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടുത്ത് സ്റ്റെപ്പ് 1 എന്താണ്, സ്റ്റെപ്പ് 2 എന്താണ്, അങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് കൊടുത്തേക്കാണ്. ഇതിനാണ് അൽഗോരിതം എന്ന് പറയാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണേണ്ട നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അൽഗോരിതം എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആ പ്രോബ്ലത്തിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? അൽഗോരിതം എന്ന് പറയാം. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. എന്താണ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനാണ് നമ്മൾ എന്ത് പറയാ? അൽഗോരിതം എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇനി അടുത്ത നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. ഒരു അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണത്. അപ്പൊ നോക്കാം, should begin with the instruction to accept input. എപ്പോഴും നമ്മൾ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻപുട്ടുകളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. നമ്മൾ അൽഗോരിതം ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അത് എന്തായിരിക്കണം? എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തെങ്കിലും ഒരു ഡാറ്റ കമ്പ്യൂട്ടറിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻപുട്ട് എന്ന് പറയാം. സോ എപ്പോഴും കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ചെയ്തുകൊണ്ടായിരിക്കണം അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ യൂസ് വേരിയബിൾസ് ടു റെഫർ ഡാറ്റ. അതായത് എനിക്കിപ്പോ 2 നമ്പേഴ്സിന്റെ സമ്മാണ് കാണണ്ടെങ്കിൽ എനിക്കൊരിക്കലും സം ഈസ് ഈക്വൽ ടു 5 + 2 ഇങ്ങനെ എഴുതാൻ പറ്റൂല. കാരണം നമ്മൾ ഇവിടെ പറഞ്ഞത് യൂസ് വേരിയബിൾസ് ടു റെഫർ ഡാറ്റ. വേരിയബിൾസ് എന്ന് പറഞ്ഞാല് നമ്മളിവിടെ ഓരോരുത്തർക്കും പകരം ഓരോ ലെറ്റേഴ്സ് കൊടുക്കും. അവരാണ് വേരിയബിൾ എന്ന് പറയാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പൊ ഞാനിവിടെ എന്ത് കൊടുത്തു? എസ് സം ഈസ് ഈക്വൽ ടു A + B ഇങ്ങനെ കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും എന്ത് ചെയ്യരുത്? ഡാറ്റനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കരുത്. അപ്പൊ സോ ഡാറ്റനെ റെഫർ ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം? വേരിയബിൾസിനെ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ പറഞ്ഞത്. എന്ത്? യൂസ് വേരിയബിൾസ് ടു റെഫർ ഡാറ്റ. പിന്നെ പറഞ്ഞത് ഈച്ച് ആൻഡ് എവറി ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി പ്രിസൈസ് ആൻഡ് അൺആംബിഗസ് എന്ന് വെച്ചാല് നമ്മള് അൽഗോരിതം നോക്കുമ്പോ നമുക്ക് ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ പറയുന്ന സ്റ്റെപ്സ് എപ്പോഴും പ്രിസൈസ് ആവണം, നോൺ കൺഫ്യൂസിങ് ആയിരിക്കണം എല്ലാ ഇൻസ്ട്രക്ഷൻസും. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ടൈം ടു ക്യാരി ഔട്ട് ഓൾ സ്റ്റെപ്സ് ഇൻ ദ അൽഗോരിതം മസ്റ്റ് ബി ഫൈനൈറ്റ്. അതായത് എത്ര സ്റ്റെപ്സ് ഉണ്ടെങ്കിലും അതൊരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കണം. എപ്പോഴും അൽഗോരിതം എഴുതുമ്പോൾ പരമാവധി നമ്പർ ഓഫ് സ്റ്റെപ്സ് കുറച്ച് വേണം എഴുതാനായിട്ട്. സോ നമ്മൾ ടോട്ടൽ ടൈം ക്യാരി ഓൾ സ്റ്റെപ്സ് മസ്റ്റ് ബി ഫൈനൈറ്റ്. ഫൈനൈറ്റ് മീൻസ് ഒരു കൃത്യത ഉണ്ടാവണം. ഒരിക്കലും ഇത്ര ഉണ്ടാവും അങ്ങനൊന്നും പറയാൻ പാടില്ല. ഒരു എമൗണ്ട് ഓഫ് സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ. ഇനി ആഫ്റ്റർ പെർഫോമിംഗ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ഇൻ ദ അൽഗോരിതം ദ ഡിസൈർഡ് ഔട്ട്പുട്ട് മസ്റ്റ് ബി ഒബ്റ്റെയിൻഡ്. നമ്മൾ അൽഗോരിതം എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താണോ വിചാരിക്കുന്ന ഔട്ട്പുട്ട് അത് കിട്ടിയിട്ടുണ്ടാവണം. അല്ലേ? അങ്ങനല്ലേ വേണ്ടത്? ഞാൻ ഒരു പ്രോഗ്രാമും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ച ഔട്ട്പുട്ട് എനിക്ക് കിട്ടണ്ടേ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളെ സ്റ്റെപ്സ് ഒക്കെ കൊടുത്ത് അൽഗോരിതം ഒക്കെ എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മൾ ഡിസൈഡ് ചെയ്തേക്കണം ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ആദ്യം അൽഗോരിതം എന്താന്ന് പഠിക്കുക. അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ്ലീസ്റ്റ് ഒരു 4 എണ്ണെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് ഫ്ലോ ചാർട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞെന്ത്? പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. നമ്മളപ്പോ ഈ അൽഗോരിതം നോക്കി. നെക്സ്റ്റ് എന്താ? ഫ്ലോ ചാർട്ട്. നമുക്ക് നോക്കിയാലോ. അപ്പൊ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൽഗോരിതത്തിനെ തന്നെ ഞാൻ പിക്ചർ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത്, അതായത് ഓരോ സ്റ്റെപ്പിനെയും ഞാൻ പറഞ്ഞത് അൽഗോരിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റെപ്രസെന്റേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഓരോ സ്റ്റെപ്പിനെയും ഞാൻ എന്ത് ചെയ്യാൻ പോണ്? ഓരോ പിക്ചേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കാം. അപ്പൊ നോക്കിയേ, the pictorial representation of an algorithm is known as flow chart. ഒരു അൽഗോരിതത്തിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്ത് പറയാ? ഫ്ലോ ചാർട്ട് എന്ന് പറയാം. ഓക്കെ ആണോ? ഇനി ഫ്ലോ ചാർട്ട് സിംബൽസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഫ്ലോ ചാർട്ട് സിംബൽസ്. നമുക്ക് നോക്കാം. ഈ ഫ്ലോ ചാർട്ട് സിംബൽസ് നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അൽഗോരിതം ചെയ്യണം. നമ്മൾ ഇനി അടുത്ത ഇതായിട്ട് ഇത് കഴിഞ്ഞാൽ അൽഗോരിതം ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ. ഇനി ഇവിടെ നോക്കിയേ, എലിപ്സ്.
എലിപ്സ് യൂസ് ടു ഇൻഡിക്കേറ്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. അതായത് നമ്മൾ അൽഗോരിതത്തിന്റെ ഉള്ളിൽ സ്റ്റാർട്ടിനെയും സ്റ്റോപ്പിനെയും റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുക? എലിപ്സിനെ യൂസ് ചെയ്യുക. എലിപ്സ് ഈസ് ഓൾസോ നോൺ ആസ് ടെർമിനൽ എന്നാണ്. എലിപ്സിന് നമുക്ക് എന്തും കൂടെ പറയാം? ടെർമിനൽ എന്നും കൂടെ പറയാം. ഇനി നെക്സ്റ്റ് നോക്കാം. പാരലലോഗ്രാം യൂസ്ഡ് ആസ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സിംബൽസ്. ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും നമുക്ക് ആരെ യൂസ് ചെയ്യാം? പാരലലോഗ്രാം യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് റെക്ടാംഗിൾ ആണ്. യൂസ് ഇറ്റ് ടു റെപ്രസെന്റ് പ്രോസസിംഗ് സ്റ്റെപ്പ്. പ്രോസസിംഗ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ ഇക്വേഷൻസ് ഉണ്ടാവില്ലേ, ഈക്വൽ ടു എന്നൊരു ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യണത് ആരേക്കുള്ളൂ? റെക്ടാംഗിളിനേക്കുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് റോംബസ്. റോംബസ് മീൻസ് ഡിസിഷൻ സിംബൽസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണത് റോംബസിനെയാണ്. ഓക്കെ. ഇനി ഫ്ലോ ലൈൻസ്, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഫ്ലോ ലൈൻസ്. യൂസ് ടു ഇൻഡിക്കേറ്റ് ദ ഫ്ലോ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ. നമുക്കിനി ഇതെല്ലാനും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്കിനി അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കാം. അതിനു മുന്നായിട്ട് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് നോക്കാം നമുക്ക്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്ലോ ചാർട്ടിൽ നോക്കി, നമ്മൾ എപ്പോഴും ഒരു കാര്യം വരച്ച് കാട്ടണല്ലേ നല്ലത്? ഞാനിവിടെ കുറെ കാര്യങ്ങൾ എഴുതിയിരുന്നതാണോ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സിമ്പിൾ, അതോ ഞാൻ കുറച്ച് കാര്യങ്ങൾ വരച്ച് കാട്ടുന്നതാണോ? അല്ലെ, വരച്ച് കാണണല്ലേ എപ്പോഴും സിമ്പിൾ. സോ നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് അനാലിസിസ്, നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് സിന്തസിസ്, എഫിഷ്യന്റ് കോഡിങ്, എല്ലാവരും എന്താണ് സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇനി ലിമിറ്റേഷൻസ് നോക്കാം. ഞാനിപ്പോ ഒരു ഫ്ലോ ചാർട്ട് ഒക്കെ ഇവിടെ വരയ്ക്കാണ്. എന്റെ കുറെ സമയമല്ലേ വേസ്റ്റ് ആവണത്? ഞാൻ ഓരോന്നിരുത്ത് വരച്ച് ഓരോ സ്റ്റെപ്പും ഇങ്ങനെ ഫ്ലോ ചാർട്ട് സിമ്പിൾസിന്റെ ഉള്ളിലാക്കി വരുമ്പോ നമുക്ക് കുറെ സമയം വേസ്റ്റ് ആവും. സോ നമുക്ക് എന്ത് പറയാം? ടൈം കൺസ്യൂമിങ് ആണ്. ഇനി ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. ഈ ഒരു ഫ്ലോ ചാർട്ടിനെ ഇങ്ങനെ പോയേക്കാണ് എന്റെ ഫ്ലോ ചാർട്ട് ഇട്ടാ. ഈ ഫ്ലോ ചാർട്ടിന്റെ ഉള്ളിൽ എനിക്ക് ഇനി ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെ ആഡ് ചെയ്യത്? ഇതിനെ പോയി മായ്ച്ചിട്ടൊക്കെ വേണ്ട എനിക്ക് ആഡ് ചെയ്യാനായിട്ട്. സോ മോഡിഫിക്കേഷൻ ഈസ് ഡിഫിക്കൾട്ട്. മോഡിഫൈ ചെയ്യാൻ പറ്റും, പക്ഷെ മോഡിഫിക്കേഷൻ എന്താണ്? ഡിഫിക്കൾട്ട് ആണ്. ഇത് രണ്ടുമാണ് എന്ത്? ലിമിറ്റേഷൻസ് ഓഫ് ഫ്ലോ ചാർട്ട്. ഇനി നമുക്ക് നോക്കിയാലോ. അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. എന്താണ് പറഞ്ഞേക്കണത്? ഒരു അൽഗോരിതം വേണം, ഒരു ഫ്ലോ ചാർട്ടും വേണം. എന്തിനാണ് വേണ്ടത്? ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് കാണാനാണ് അല്ലെ? അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാട്ടാ. രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. അപ്പൊ രണ്ട് നമ്പേഴ്സ് വേണ്ടേ? വേണോ? അപ്പൊ നമുക്ക് രണ്ട് നമ്പേഴ്സിൽ ഒരാളാ എ എന്ന് വിളിക്കാം, അടുത്ത ആളാ ബി എന്ന് വിളിക്കാം. രണ്ട് നമ്പേഴ്സ് വേണം, ഒരാളെ എന്ന് വിളിച്ചു, അടുത്ത ആളെ ബി എന്ന് വിളിച്ചു. സോ ഇവരേക്കുള്ള നമ്മ എന്ത് ചെയ്യാൻ പോണത്? ഇൻപുട്ട് ചെയ്യാൻ പോണത്. ആരെയാണോ നമുക്ക് ആവശ്യം അവരെയാണ് നമ്മ എന്ത് ചെയ്യുക? ഇൻപുട്ട് ചെയ്യാം. ഇവിടെ രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. രണ്ട് നമ്പേഴ്സിന് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഒരാളെ എന്നും ഒരാളെ ബി എന്നും വിളിച്ച് അവരെ ഇൻപുട്ട് ചെയ്യാൻ പോകണം. ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ്. രണ്ട് നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് നമ്പേഴ്സിനെ കൂട്ടണം. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടത്? എയും ബിയും തമ്മിൽ കൂട്ടണം. ഈ കൂട്ടിയ ആൻസർ ഞാൻ എസിലോട്ടാണ് സ്റ്റോർ ചെയ്യണത്. മനസ്സിലായ? അതായത് ഇത്രേ ഉള്ളൂ. എയും ബിയും എനിക്ക് കൂട്ടണം. ഈ കൂട്ടിയ ആൻസർ ഞാൻ എവിടേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്? എസിലോട്ടാണ് സ്റ്റോർ ചെയ്യണത്. ഓക്കെ. അപ്പൊ എപ്പോഴും എസ് ലെഫ്റ്റിൽ വേണം. എങ്ങോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്? അത് എപ്പോഴും ലെഫ്റ്റ് സൈഡിലായിട്ട് എഴുതാൻ നോക്കണം കേട്ടോ. എനിക്ക് എയും ബിയും കൂട്ടിയ ആൻസർ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? എസിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇനി എനിക്ക് എന്ത് ചെയ്യാ? സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സം ഇവിടെ ഉണ്ട്, സം അവിടെ ഉണ്ട്, എസിലുണ്ട്. പിന്നെ എനിക്ക് എന്ത് ചെയ്താൽ മതി? സമ്മിനെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ നോക്കിയാലോ. സ്റ്റെപ്പ് 1 എപ്പോഴും ഒരു അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റെപ്പ് 1 എപ്പോഴും സ്റ്റാർട്ട് ആയിരിക്കുള്ളൂ. അപ്പൊ ടീച്ചർ ഇവിടെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് കൊടുത്തു. ഇത് അൽഗോരിതം ഉണ്ടോ? ഇതാണ് എന്ത്? അൽഗോരിതം. ഇത് നമ്മളെ ഫ്ലോ ചാർട്ട്. അപ്പൊ നോക്കിക്കോ, സ്റ്റെപ്പ് 1 എന്തായിരിക്കുള്ളൂ? സ്റ്റാർട്ട് ആണ്. സ്റ്റെപ്പ് 2 നമ്മ ഇൻപുട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിരുന്നല്ലേ? അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ
ഷുഡ് ബിഗിൻ വിത്ത് ഇൻസ്ട്രക്ഷൻ ടു അക്സെപ്റ്റ് ഇൻപുട്ട്. ഇൻപുട്ടിന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓരോ സ്റ്റെപ്പും ബിഗിൻ ചെയ്യേണ്ടത്, തുടങ്ങേണ്ടത്. സോ ഇത് ഇവിടെ നോക്കിക്കോ, ഇൻപുട്ട് എ ബി, രണ്ട് നമ്പേഴ്സിന്റെ സമ്മ കാണണം. ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ എയും ബിയും എന്നാണ് വിളിച്ചേക്കുന്നത്. സോ എന്ത് പറഞ്ഞു, ഇൻപുട്ട് എ കോമ ബി. ഓക്കെ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് നമ്പേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെന്തെടുക്കാം, സം എടുക്കാം. സോ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇപ്പൊ എയും ബിയും കൂട്ടിയ ആൻസർ എവിടെ ഉണ്ട്, എസിലുണ്ട്. എസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. സോ പ്രിന്റ് എസ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ് 5 ആയിട്ട് നമുക്ക് എന്ത് പറയാം, സ്റ്റോപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാം. അപ്പൊ സ്റ്റാർട്ടിനെ സ്റ്റോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യണത് ആരാണ് നോക്കിയേ, എലിപ്സ്. എലിപ്സ് ആണ് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക, സ്റ്റാർട്ടിനെ സ്റ്റോപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ടീച്ചർ സ്റ്റാർട്ട് എന്ത് ചെയ്തു, എലിപ്സിന്റെ ഉള്ളിൽ കൊടുത്തു. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒക്കെ ഇൻപുട്ട് എ കോമ ബി. ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏത് സിമ്പിൾ ആയിരുന്നു, ഇവിടെ നോക്കിയേ, പാരലോഗ്രാം യൂസ് ഇറ്റ് ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പൊ ടീച്ചർ ഇവിടെ പാരലോഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, ഇൻപുട്ട് എ കോമ ബി. ഇനി നേരത്തെ പറഞ്ഞിരുന്നു ഈക്വൽ ടു എന്നുള്ളൊരു സൈൻ കണ്ടത് പ്രോസസിംഗ് ആണ്, റെക്ടാംഗിൾ ആണ്. ഇവിടെ നോക്കിയേ, എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പൊ അതെന്തായിക്കോളൂ, റെക്ടാംഗിൾ ആയിക്കോളൂ. സോ റെക്ടാംഗിളിനുള്ളിൽ നമ്മൾ എന്ത് കൊടുത്ത്, എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി പ്രിന്റ് എസ്, നമ്മൾ പറഞ്ഞിരുന്നു ഇൻപുട്ടും ഔട്ട്പുട്ടും പാരലോഗ്രാം ആണ്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, എന്താണോ നമ്മളെ റിസൾട്ട്, നമുക്ക് ഇങ്ങോട്ട് തരാൻ പോണ റിസൾട്ട് എന്താണോ അതാണ് ഔട്ട്പുട്ട്. ഇവിടെ റിസൾട്ട് എന്താണ്, സമ്മ്. സോ അത് ഔട്ട്പുട്ട് ആണ്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊടുത്ത്, പാരലോഗ്രത്തിന്റെ ഉള്ളിൽ കൊടുത്ത്. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ സ്റ്റോപ്പ് ആണ്. സ്റ്റോപ്പും സ്റ്റാർട്ടൊക്കെ എന്തിനാണ്, എലിപ്സിനാണ്. സോ ടീച്ചർ എലിപ്സിന്റെ ഉള്ളിൽ കൊടുത്തു. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ഇതെല്ലാം ചെയ്തത് ഈ പറഞ്ഞ ഫ്ലോ ചാർട്ട് സിമ്പിൾസ് വെച്ചിട്ടാണ് ട്ടാ. ഓക്കെ, ഫ്ലോ ചാർട്ട് സിമ്പിൾസ് അപ്പൊ നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ അൽഗോരിതം and draw a flowchart to find the sum and average of a 3 numbers. 3 numbers ആണുള്ളത്. 3 നമ്പേഴ്സിന്റെ എന്തൊക്കെ കണ്ടുപിടിക്കണം, സമ്മും കണ്ടുപിടിക്കണം, ആവറേജും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കിയാലോ, 3 നമ്പേഴ്സ് വേണം. നേരത്തെ 2 നമ്പർ മതിയായിരുന്നു. അപ്പൊ നമ്മൾ ആരൊക്കെ ആക്കി, എ ആക്കി ബി ആക്കി. ഇവിടെ 2 ആളാണോ വേണ്ടത്, അല്ല, 3 പേര് വേണം. അപ്പൊ നമുക്ക് 3 നമ്പേഴ്സ് എടുക്കാം. ആരൊക്കെ എടുക്കാം, എ ബി സി. സെറ്റ് അല്ലേ? അപ്പൊ എന്റെ 3 നമ്പേഴ്സ് ആരൊക്കെയാണ്, എ ബി സി. ഇവരുടെ എന്തൊക്കെയാണ് എനിക്ക് കാണേണ്ടത്, സമ്മും കാണണം, ആവറേജും കാണണം. നമുക്ക് രണ്ടിന്റെ ഇക്വേഷൻ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ എസ് ഈസ് ഈക്വൽ ടു, നേരത്തെ എ പ്ലസ് ബി ഉണ്ടായുള്ളൂ, ഇവിടെ 3 നമ്പേഴ്സ് ആയതുകൊണ്ട് എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. സോ എ പ്ലസ് ബി പ്ലസ് സി സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇപ്പൊ നമ്മൾ സമ്മ് കണ്ടുപിടിച്ചു. സമ്മ് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, ആവറേജും കണ്ടുപിടിക്കണം. ആവറേജിന് ടീച്ചർ ഇവിടെ എ വി ജി എന്നാണ് റെപ്രസെന്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ ആവറേജ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കാം, സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. അതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ സം എവിടെ ഉണ്ട്, ഇവരെല്ലാവരെയും കൂട്ടിയ സം എവിടെ ഉണ്ട്, എസിലുണ്ട് ഇല്ലേ. അപ്പൊ എസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈംസ്. ഇവർ എത്ര പേരാ ഉള്ളത്, 1 2 3, 3 പേരാണ് ഉള്ളത് അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ 3. ഇതാണ് ആവറേജിന്റെ ഇക്വേഷൻ. ഈ 2 നമ്പേഴ്സ് ഉള്ളെന്ന് വിചാരിക്കുക, എയും ബിയും മാത്രമുള്ളെന്ന് വിചാരിക്കുക. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണെങ്കിൽ ആവറേജ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കുള്ളൂ, എസ് ബൈ 2 ആയിരിക്കുള്ളൂ. കാരണം എന്താ, ഇവിടെ ആകെ 2 നമ്പേഴ്സ് ഉള്ളൂ. ഇവിടെ 3 നമ്പേഴ്സ് ആണെന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. സോ ആവറേജ് ഇസ് ഈക്വൽ ടു സം ബൈ 3 ആയിരിക്കുള്ളൂ. 2 നമ്പേഴ്സ് ആണെങ്കിൽ സം ബൈ 2 ആയിക്കൊള്ളു. 4 നമ്പേഴ്സ് ആണെങ്കിൽ സം ബൈ 4 ആയിക്കൊള്ളു. എത്ര നമ്പേഴ്സ് ആണുള്ളത് അത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, സ്റ്റാർട്ട്. സ്റ്റെപ്പ് 1 ആയിട്ട് സ്റ്റാർട്ട്. എല്ലാ അൽഗോരിതത്തിന്റെ സ്റ്റെപ്പ് 1 എന്തായിരിക്കുള്ളൂ, സ്റ്റാർട്ട് ആയിരിക്കുള്ളൂ. എന്ന് വെച്ചാൽ അത് മാത്രം എഴുതി വെച്ച മാർക്ക് കിട്ടൂല. അപ്പൊ നമുക്ക് ഫൈൻഡ് ദ സം ഓഫ് 3 നമ്പേഴ്സ് ആയതുകൊണ്ട് 3 നമ്പേഴ്സ് വേണം. ഇൻപുട്ട് എ ബി സി. ഈ എ ബി സി തന്നെ കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. എക്സ് വൈ സെഡ് ഇഷ്ടമുള്ളെടുത്തോ നിങ്ങൾ, ലെറ്റേഴ്സ് ആവണമെന്നുള്ളൂ. ഇനി എസ്, എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇവിടുത്തെ എസ് ആണ് നമ്മുടെ സമ്മ്.
ആവറേജ് ഇസ് ഈക്വൽ ടു എസ് ബൈ 3. ടീച്ചറോടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4. നമ്മൾ പറഞ്ഞിരുന്നു അൽഗോരിതം ഇസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം എന്നല്ലേ നമ്മ പഠിച്ചത്. സോ ഇവിടെ അങ്ങനല്ലേ, ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് എന്ത് പറഞ്ഞിരുന്നത്, അൽഗോരിതം പറഞ്ഞിരുന്നത്. ആവറേജ് ഇസ് ഈക്വൽ ടു എസ് ബൈ 3. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. ആരൊക്കെ പ്രിന്റ് ചെയ്യിപ്പിക്കണം? അവരാരൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സമ്മിനെയും ആവറേജിനെയും. അപ്പൊ അവരല്ലേ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ ടീച്ചർ എന്ത് പറയും? പ്രിന്റ് എസ് കോമ എ വി ജി. ആരൊക്കെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അവരെയാണ് എന്ത് ചെയ്യേണ്ടത്, പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത്. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എവിടെ? സം എസിന്റെ ഉള്ളിലുണ്ട്, ആവറേജ് എ വിസിന്റെ ഉള്ളിലുണ്ട്. അവരെ പിടിച്ച് എന്ത് ചെയ്താൽ മതി, പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞില്ലേ, പരിപാടി എല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുക, സ്റ്റെപ്പ് 6 സ്റ്റോപ്പ്. ഇനി നമ്മൾ ചെയ്യണത് ഇവരെ ഫ്ലോ ചാർട്ട് വരയ്ക്കലാണ്. റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടും വരയ്ക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട്, നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്ത് സിമ്പിളിന്റെ ഉള്ളിലാ, എലിപ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ടീച്ചർ എലിപ്സ് വരച്ചിട്ട് സ്റ്റാർട്ട് കൊടുത്ത്. ഇനി ഇൻപുട്ട് എ ബി സി. ഇൻപുട്ട് ചെയ്യുമ്പോൾ ഏത് സിമ്പിളാ യൂസ് ചെയ്യാ? ഏത് സിമ്പിളാ യൂസ് ചെയ്യാ? പാരലോഗ്രാം ആണ് യൂസ് ചെയ്യാ. സോ ടീച്ചർ പാരലോഗ്രത്തിന്റെ ഉള്ളിൽ ഇൻപുട്ട് എ ബി സി. ഇനി അടുത്തതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈക്വൽ ടു വന്നാല് ഏത് സിമ്പിളാ യൂസ് ചെയ്യാ? റെക്ടാംഗിൾ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അടുത്ത രണ്ട് സ്റ്റെപ്പ് നോക്കിയേ. എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു ഉണ്ട്. ആവറേജ് ഈസ് ഈക്വൽ ടു എസ് ബൈ 3 ഈക്വൽ ടു ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനെയും പിടിച്ച് എവിടെ ഇടാം? ഒരു റെക്ടാംഗിളിന്റെ ഉള്ളിൽ ഇടാം. നിങ്ങൾ വേണമെങ്കിൽ രണ്ട് സിമ്പിൾ ആയിട്ട് വരച്ചോ, രണ്ട് സ്റ്റെപ്പ് ആയിട്ട് വരച്ചോ, കുഴപ്പമില്ല. ഇപ്പൊ രണ്ടാളും ഒന്നിച്ചിരിക്കല്ലേ. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ഒരെണ്ണത്തിന്റെ ഉള്ളിലാക്കി കൊടുത്തു. ഇനി അടുത്ത് നോക്കിയേ, പ്രിന്റ് എസ് ആൻഡ് എ ബി സി. പ്രിന്റ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ചെയ്യിപ്പിക്കാം. അത് ഏത് സിമ്പിളിന്റെ ഉള്ളിലായിക്കൊള്ളൂ? ഏത് സിമ്പിളിനുള്ളിലാണ്? ഇൻപുട്ട് ചെയ്യണ സെയിം തന്നെയാണ് എന്തിലും വരുന്നത്, ഔട്ട്പുട്ടിലും വരുന്നത്. സോ പാരലോഗ്രാം. അപ്പൊ ഞാൻ പാരലോഗ്രത്തിൽ എന്ത് കൊടുത്ത്? പ്രിന്റ് എസ് കോമ എ വി ജി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കുള്ളൂ? സ്റ്റോപ്പ് ആയിരിക്കുള്ളൂ. സ്റ്റോപ്പും സ്റ്റാർട്ടും സെയിമിലാണ് വരുന്നത്. സോ എലിപ്സിന്റെ ഉള്ളിൽ എന്ത് കൊടുത്ത്? സ്റ്റോപ്പ് കൊടുത്ത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാട്ടോ. നെക്സ്റ്റില് റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ബിഗ്ഗസ്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആണ്. രണ്ട് നമ്പേഴ്സിന്റെ ബിഗ്ഗസ്റ്റ്, അതായത് രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൽ ആരാണ് വലുത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് മുന്നേ ടീച്ചർ വേറൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ റോംബസ് എന്ന് പറഞ്ഞ ഒരാളാണ് പഠിക്കാൻ പോണത്. ഇതാണ് റോംബസ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത് റോംബസ് ഡിസിഷൻ മേക്കിംഗ് സിമ്പിൾ അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യാൻ. ടീച്ചർ ഇതിന്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ കൊടുക്കും. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയാണ്, ഇതാണ് ഈ കണ്ടീഷൻ. ഓക്കെ, ഞാനൊരു കാര്യം പറയാൻ പോകും. ഞാൻ പറയണ കാര്യം ചിലപ്പോ ശരിയാവാം അല്ലേ. ഞാൻ ഒരു കാര്യം വന്ന് പറയാൻ പോകും. ഞാൻ പറഞ്ഞ കാര്യം ചിലപ്പോ ശരിയായിരിക്കും, ചിലപ്പോ തെറ്റായിരിക്കും. അതാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ചിലപ്പോ ശരിയായിരിക്കും, ട്രൂ ആയിരിക്കും. ചിലപ്പോ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരിക്കുള്ളൂ? ഫാൾസ് ആയിരിക്കുള്ളൂ. അതാണ് എഫ്. ഓക്കെ, നമ്മളെ റോംബസിന് രണ്ട് സൈഡാണുള്ളത്. ഒരെണ്ണം ട്രൂ സൈഡും ഒരെണ്ണം ഫോൾസ് സൈഡും. റോംബസിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കും? ഒരു കണ്ടീഷനും കൊടുക്കും. എന്റെ കണ്ടീഷൻ ചിലപ്പോ ശരിയാവാം, ചിലപ്പോ തെറ്റാം, പറയാൻ പറ്റൂല. അപ്പൊ രണ്ടെണ്ണം വേണം എന്ത്? ഒരെണ്ണം കണ്ടീഷൻ ട്രൂ ആയാൽ ശരിയായാൽ പോകാനുള്ള വഴി, ഒരെണ്ണം കണ്ടീഷൻ തെറ്റിയാൽ ഫോൾസ് ആയാൽ പോകാനുള്ള വഴി. ഓക്കെ ആണോ? ഇതാണ് നമ്മ ഇനി ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാട്ടോ. ഇവിടെ രണ്ട് നമ്പേഴ്സില് ആരാണ് വലുത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വേണം? രണ്ട് നമ്പേഴ്സ് വേണ്ടേ? രണ്ട് നമ്പേഴ്സ് വേണം. ആ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒരാളെ N1 എന്നും അടുത്ത ആളെ N2 എന്നും വിളിക്കാം. ഇതിൽ ആരാണ് വലുതെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? നമ്മൾ കണ്ടീഷൻ ആയിട്ട് കൊടുക്കുകയാണ്. N1 ആണ് വലുതെന്നും പറഞ്ഞ് ഞാൻ വെറുതെ പറയണം. അങ്ങോട്ട് എനിക്കറിയാനൊന്നും പാടില്ല N1 ആണോ അല്ലേന്നൊന്നും. ഞാൻ വെറുതെ വിചാരിക്കണം എന്ത്? ഓക്കെ, N1 ആണ് വലുത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഞാൻ റോംബസിന്റെ ഉള്ളിൽ കൊടുക്കും. എന്തെന്ന്? N1 ഗ്രേറ്റർ ദാൻ N2. N1 ആണ് N2നേക്കാട്ടിലും ഗ്രേറ്റർ എന്ന് പറഞ്ഞു. ഈ പറയണ കാര്യം ചിലപ്പോ ശരിയാവാം, ചിലപ്പോ തെറ്റാവാം. ഞാൻ പറയണ കാര്യം ശരിയായി, ട്രൂ ആയി, N1 N2നേക്കാട്ടിലും വലുത് തന്നെയാണ്, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്കൂടെയും പോവും. എങ്ങാനും N2 ആണ് വലുതെങ്കിൽ ഇതിലേക്കൂടെയും പോവും. അതായത് ഇത്ര ഉള്ളൂ
കൺഫ്യൂഷൻ ആവണ്ട. നമ്മളോട് പറഞ്ഞേക്കണത് N1നെയും N2നെയും തന്നിട്ട് അതിൽ ആരാണ് വലുത് നോക്കാനാണ് പറഞ്ഞേക്കണത്. രണ്ട് ആൾക്കാരാണ്. അപ്പൊ നമ്മളെ കയ്യിലുള്ളത് ആർക്കുണ്ട്? N1 ഉണ്ട്, N2 ഉണ്ട്. ഞാൻ വെറുതെ അസ്യൂം ചെയ്ത് പറയണത് N1 ആണ് N2നെക്കാട്ടിലും വലുതെന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് പറയണേ. എനിക്കൊരു ഉറപ്പുമില്ല, ഞാൻ വെറുതെ പറയണം. ഞാൻ പറയണ കാര്യം ചിലപ്പോ ശരിയാവാം, ചിലപ്പോ തെറ്റാം. ഇവിടെ നോക്കിയേ, ഇവിടെ N1 ഗ്രേറ്റർ ദാൻ N2 എന്നാണ് പറഞ്ഞേക്കണത്. N1 ആണ് N2നെക്കാട്ടിലും വലുത് അല്ല അല്ലെ? ഞാൻ പറഞ്ഞ തെറ്റാണ്. തെറ്റുമ്പോ ഫോൾസിലേക്ക് കൂടെ പോവും. പിന്നെ ആരായിക്കുള്ളു വലുത്? N2 ആയിരിക്കുള്ളു വലുത്. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. അപ്പൊ നോക്കാട്ടെ നമുക്ക്. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ആയിട്ട് നമ്മൾ എന്തായിരിക്കുള്ളൂ പറയാ? ഇൻപുട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയാ. സോ ഇൻപുട്ട് N1 N2 രണ്ട് നമ്പേഴ്സിൽ ആരാ വലുത് എന്നാണ് നോക്കേണ്ടത്. സോ ഞാൻ ഒരാളെ N1 എന്ന് വിളിച്ചു, ഒരാളെ N2 എന്ന് വിളിച്ചു. സോ ഇൻപുട്ട് N1 N2. സ്റ്റെപ്പ് 3 ഞാൻ വെറുതെ അസ്യൂം ചെയ്ത് പറയണത് ഇഫ് N1 ഗ്രേറ്റർ ദാൻ N2, N1 ആണ് N2നെക്കാട്ടിലും വലുത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രിന്റ് N1. N1 ആണ് N2നെക്കാട്ടിലും വലുത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രിന്റ് N1. എൽസ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരായിക്കോളൂ? N2. പ്രിന്റ് N2. എൻഡ് ഓഫ് ദിഫ്. അതായത് നമ്മൾ ഇവിടെ ഇഫ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇഫ് കഴിഞ്ഞു എന്ന് കാരണമാണ് എൻഡ് ഓഫ് ഇഫ്. അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്താണ്? ഇഫ് N1 ഗ്രേറ്റർ ദാൻ N2, N1 ആണ് N2നെക്കാട്ടിലും വലുത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രിന്റ് N1. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആരായിക്കോളൂ വലുത്? എൽസ് പ്രിന്റ് N2. രണ്ടാൾക്കാരാണുള്ളത്, നമുക്ക് രണ്ടുപേരാണുള്ളത്. ഞാൻ പറയണ ഇവനല്ല വലുത്, പിന്നെ ആരായിക്കോളൂ വലുത്? എൽസ്. പിന്നെ ആരായിക്കോളൂ? ഇങ്ങേരായിക്കോളുള്ളത്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് പറയാം? സ്റ്റോപ്പ് പറയാം. ഓക്കെ, ഇനി അടുത്ത നോക്കാം. നമുക്ക് അടുത്ത നോക്കല്ലേ? നമുക്ക് അതിന്റെ എന്ത് പഠിക്കാം? ഫ്ലോ ചാർട്ട് പഠിക്കാം. ഫ്ലോ ചാർട്ടിൽ സ്റ്റാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഏത് സിമ്പിൾ ആയിക്കോളൂ? ഏത് സിമ്പിൾ ആയിക്കോളൂ? എലിപ്സ് ആയിക്കോളൂ. സോ സ്റ്റാർട്ട്. ഇനി നെക്സ്റ്റ് ഈ പറഞ്ഞത് ഇൻപുട്ട് N1 N2. ഇൻപുട്ട് ചെയ്യാൻ ആരെയാണ് വേണ്ടത്? പാരലലോഗ്രാം ആണ് വേണ്ടത്. സോ ഇൻപുട്ട് N1 N2. ഇനി അടുത്തത് ഇഫ് N1 ഗ്രേറ്റർ ദാൻ N2 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊരു കണ്ടീഷൻ അല്ലേ? N1 ആണ്, ഒരു കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. എന്ത്? N1 ആണ് N2നെക്കാട്ടിലും വലുത് എന്നൊരു കമ്പയർ ചെയ്തുകൊണ്ട് പറയണേ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ആരാ? റോംബസിനാ. നമ്മൾ പറഞ്ഞിരുന്നു റോംബസിന് രണ്ട് സൈഡ് ഉണ്ട്, ട്രൂ സൈഡും ഉണ്ട്, ഫോൾസ് സൈഡും ഉണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് N1 ഗ്രേറ്റർ ദാൻ N2. N1 ആണ് N2നെക്കാട്ടിൽ വലുത്. ഞാൻ പറയുന്ന കാര്യം ശരിയാവുകയാണ്. N1 തന്നെയാണ് വലുത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാ? പ്രിന്റ് N1. അതായത് യെസ് പറയുന്ന കാര്യം ശരിയായി. ട്രൂ സൈഡ് ആണ് യെസ് എന്ന് റെപ്രസെന്റ് ചെയ്തേക്കണം കേട്ടോ. യെസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? പ്രിന്റ് N1. ഇനി ഞാൻ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിലോ, നോ ആണെങ്കിലോ പ്രിന്റ് N2. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മളെ കണ്ടീഷനിൽ നമ്മൾ പറയാണ് N1 ആണ് N2നെക്കാട്ടിലും വലുത് എന്ന് നമ്മൾ പറയാണ്. നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോ തെറ്റാ, ചിലപ്പോ ശരിയാവാം. ശരിയായാല് ഓക്കെ, പ്രിന്റ് N1. N1 ആണ് വലുത്. പറയുന്ന കാര്യം തെറ്റിയാലോ പ്രിന്റ് N2. ഓക്കെ, ഇനി രണ്ടാളെയും ഇങ്ങോട്ട് ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് കണക്ട് ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത നോക്കാം നമുക്ക്. അടുത്തത് റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു പ്രിന്റ് ദ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാനായിട്ടുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ട് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. അതിനു മുന്നേ ഒരു കൺസെപ്റ്റ് നോക്കാം നമുക്ക്. n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേ 1 + 2 + 3 + 4 ഇങ്ങനെ പോയി n വരെ കൂട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഈ വാല്യൂ ഓഫ് n നമുക്കറിയില്ല, എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ നമുക്ക് n-ന്റെ വാല്യൂ കിട്ടണ്ടേ? സോ ഇവിടെ ഇൻപുട്ട് ചെയ്യണത് n-നെ ആയിരിക്കുള്ളൂ. പിന്നെ നമ്മള് ഫസ്റ്റ് ടൈം എന്താന്ന് പറഞ്ഞു കൊടുക്കാം. എന്റെ ഫസ്റ്റ് ടൈം എന്താണ്? 1 അല്ലേ? എനിക്ക് കൂട്ടി പോണ്ടത് 1 + 2 + അങ്ങനെ പോണ്ടത്. ഫസ്റ്റ് ടൈം എന്താണ്? 1 ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ടൈമിനെ പറയുന്നത് a = 1. കുഴപ്പമുണ്ടാ? അപ്പൊ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ടൈം പറഞ്ഞു കൊടുക്കണം. എന്റെ ഫസ്റ്റ് ടൈം ആണ് എന്ത്? 1. എനിക്ക് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 +
2a+3a+ അങ്ങനെ കൂട്ടി കൂട്ടി പോവുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു അൽഗോരിതത്തിന് ഫസ്റ്റ് ടൈം പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്റെ ഫസ്റ്റ് ടൈം എന്തെന്നാണ് ഇവിടെ 1 ആണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? a = 1. ഫസ്റ്റ് ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ത്? a. അത് എത്രയാണ്? 1 ആണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. ഇനി എയുടെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്? ഓരോ ലെറ്റേഴ്സും ഒന്ന് കൂടി കൂടി പോവല്ലേ? 1ന്റെ ഒപ്പം 1 കൂട്ടുമ്പോ 2 ആവും, 2ന്റെ ഒപ്പം 1 കൂട്ടുമ്പോ 3 ആവും, 3ന്റെ ഒപ്പം 1 കൂട്ടുമ്പോ 4 ആവും. അതായത് എയുടെ വാല്യൂ 1 വെച്ച് കൂടിയാണ് അല്ലെ? അപ്പൊ നമുക്ക് വേറൊരു കണ്ടീഷൻ കിട്ടിയത് എയുടെ വാല്യൂ 1 വെച്ച് കൂടിയാണ്, a = a+1 ആണ്. അടുത്ത കണ്ടീഷൻ കിട്ടി. ഇനി സമ്മിന്റെ കാര്യങ്ങൾ നോക്കാം. സമ്മ് ആദ്യം എന്റെ കയ്യിൽ ഒറ്റ നമ്പറും ഇല്ല, ഒന്നുമില്ല എന്റെ കയ്യിൽ. അപ്പൊ സമ്മ് എത്രയ്ക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ അല്ലെ? എന്റെ കയ്യിൽ ഒന്നും സാധനവും ഇല്ല. അപ്പൊ സമ്മ് എത്രയ്ക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. അത് നമ്മ പറഞ്ഞു കൊടുത്തെന്ത്? സം = 0. അതിനുശേഷം ഈ സമ്മിന്റെ ഒപ്പം ഞാൻ ആരേക്കുള്ളൂ കൂട്ട? ആദ്യം എന്റെ കയ്യിൽ ഒന്നുമില്ല, ഒരു സാധനവും ഇല്ല. അത് കഴിഞ്ഞാൽ നമ്മള് 1 വരാം, 1നെ കൂട്ടും. 0 + 1. ഓക്കെ, അതായത് നമ്മൾ 1 എന്ന് പറയുമ്പോൾ ആരാണ്? a. അതായത് സം പ്ലസ് a. അപ്പൊ സം പ്ലസ് a എന്ന് പറയുമ്പോൾ ഓൾറെഡി 0 ആയിരുന്നു. 0 + 1 കൂട്ടും എന്റെ കയ്യിൽ എത്രയും 1 ആവും. അത് കഴിഞ്ഞിപ്പോ 1നെ കൂട്ടിയിട്ടാ. ഇനി അടുത്തത് എനിക്ക് ആരെയാണ് കൂട്ടുന്നത്? 2. അപ്പൊ വീണ്ടും സം പ്ലസ് a ആണ് വരുന്നത്. അതായത് ഇത്രയുള്ള കൺസെപ്റ്റ്. നമ്മള് ഓരോ നമ്പേഴ്സും കൂടിക്കൂടിയാണ് പോണത്. എത്ര വെച്ചാണ് കൂടണത്? ഒരു ഇൻക്രിമെന്റഡ് ബൈ 1 ആണ്. a എന്ന് പറയുന്നത് 1 ആണെങ്കിൽ പിന്നെ 2 ആവും, 3 ആവും, 4 ആവും, 5 ആവും. a 1 വെച്ചാണ് കൂടിപ്പോണത്. അതിനനുസരിച്ച് സമ്മും നമ്മ എന്ത് ചെയ്യണം? കൂട്ടി കൂട്ടി കൊടുക്കണം. സം = സം പ്ലസ് a. അപ്പൊ നമുക്ക് നോക്കിയാലോ. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണെന്ന്. സോ നമുക്ക് n എത്രയെന്ന് അറിയില്ല, നമുക്കപ്പോ യൂസറിനോട് ചോദിക്കണം. ഇൻപുട്ട് n. സ്റ്റെപ്പ് 2 ആയിട്ട് നമുക്ക് എന്താ പറയാ? ഇൻപുട്ട് n. സ്റ്റെപ്പ് 3 നമ്മൾ ഏതൊക്കെ വാല്യൂസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണത്. ഇവിടെ നോക്കിയേ, a = 1. ഫസ്റ്റ് നമ്പർ ആണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്ത്? a = 1 എന്ന് പറഞ്ഞങ്ങാണ്ട് ആദ്യത്തെ നമ്പർ നമ്മ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? സോ ഇവിടെ നമ്മൾ ആദ്യത്തെ നമ്പറെ റെപ്രസെന്റ് ചെയ്യണത് a എന്ന് പറഞ്ഞൊരു ലെറ്റർ ആയിട്ടാണ്. സോ a = 1. ഇനി എന്റെ കയ്യിൽ ആദ്യം ഒന്നുമില്ല, സം ഒന്നുമില്ല. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. n നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്റെ കയ്യിൽ ഒന്നുമില്ല, അപ്പൊ സം എത്രയായിരിക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. സോ s = 0. ഇനി നോക്കിയേ, ഈ 4th സ്റ്റെപ്പ് അവിടെ നിൽക്കട്ടെ കേട്ടാ. അടുത്ത സ്റ്റെപ്പ് ഈ പറഞ്ഞത് s = s + a. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 1 + 2 + 3 ഇതാണ് a. ഇവരൊപ്പം എന്ത് കൂട്ടി കൂട്ടി പോണം? ഓരോരുത്തരുടെ സമ്മ് കൂടി കൂടി പോണം. ഇവരെ രണ്ടുപേരെ സമ്മ് കണ്ടുപിടിക്കും, അത് s-ൽ സ്റ്റോർ ചെയ്യും. പിന്നെ ഇയാളായിട്ട് കൂടും, അത് s-ൽ സ്റ്റോർ ചെയ്യും. പിന്നെ 4 വരും, s-ൽ സ്റ്റോർ ചെയ്യും. അതായത് സമ്മിന്റെ ഒപ്പം a-നെ കൂട്ടിയാണ് നമ്മ. ഇവരെയാണ് നമ്മ എന്ത് പറയാ? a എന്ന് പറയാം. അതിന്റെ ഒപ്പം ആര് കൂടി കൂടി പോവേണ്? s കൂടി കൂടി പോവേണ്. സോ s = s + a. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി എയുടെ വാല്യൂ എങ്ങനെയാണ്? s = s + a. സമ്മതിച്ച് എയുടെ വാല്യൂ എങ്ങനെയാണ് കൂറുന്നത്? എയുടെ വാല്യൂ എങ്ങനെയാണ്? ആദ്യം എയുടെ വാല്യൂ 1 ആയിരുന്നു എന്ന് നമ്മ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1ന്റെ ഒപ്പം 1 കൂടുമ്പോ 2 ആവും, 2ന്റെ ഒപ്പം 1 കൂടുമ്പോ 3 ആവും. അതായത് എയുടെ വാല്യൂ 1 വെച്ച് കൂടിയാണ് അല്ലെ? സോ a = a+1. ഈ 2 സ്റ്റെപ്പ് നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. അതായത് ഇവർ തമ്മിൽ ആദ്യം 1 ആവും, പിന്നെ 1 കൂട്ടുമ്പോ 2 ആവും, പിന്നെ 2ന്റെ ഒപ്പം 1 കൂട്ടുമ്പോ 3 ആവും. അതായത് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഇനി ഇവിടെ 4+ അങ്ങനെ n വരെയും ഉണ്ടാവും. അപ്പൊ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? n വരെ റിപ്പീറ്റ് ചെയ്യണം. ആദ്യം 1 ആയിരുന്നു, 1ന്റെ ഒപ്പം 1 കൂട്ടിയപ്പോ 2 ആയി, 2ന്റെ ഒപ്പം 1 കൂട്ടിയപ്പോ 3 ആയി. അങ്ങനെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? n ആവണ വരെ റിപ്പീറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് പറയാം? റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6. ഈ 2 സ്റ്റെപ്പും while a less than or equal to n. എയുടെ വാല്യൂ n-നോട് ഈക്വൽ ആവണ വരെ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത്രയുള്ളൂ കൺസെപ്റ്റ്, ഇത്രയുള്ളൂ. നമുക്ക് ചെയ്യേണ്ടത് ഓരോ നമ്പേഴ്സിനെയും കൂടി കൂടി പോവുകയും വേണം, അവരുടെ സമ്മ് കണ്ടുപിടിക്കുകയും വേണം. അപ്പൊ നോക്കിയേ, എയുടെ വാല്യൂ 1 വെച്ച് കൂടിയാണ്. അങ്ങനെ എത്ര വരെയും പോണം?
n വരെയും പോണം. സോ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരെയും നമുക്ക് ഈ രണ്ട് സ്റ്റെപ്പും എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഇനി നിങ്ങളോട് പറഞ്ഞേക്കണം ഫൈൻഡ് ദ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിന് പകരം 10 നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ഡിഫറൻസ് ഇത്ര ഉണ്ടാവുള്ളൂ, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാക്കിയാൽ മതി. ഓക്കെ, ഇനി 10 നാച്ചുറൽ നമ്പേഴ്സ് മാറി ഒരു 100 നാച്ചുറൽ നമ്പേഴ്സ് ആണ് സം ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്തിനാ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നിടാം. ആ കണ്ടീഷനിൽ ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി. ഇനി അടുത്ത നോക്കാട്ടാ. അപ്പൊ നോക്കി നമുക്ക് ഇതിന്റെ ഫ്ലോ ചാർട്ടും കൂടെ നോക്കിയിട്ട് പോവാം. ഫ്ലോ ചാർട്ട് നോക്കാം. എന്താ സ്റ്റാർട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണ എന്തിന്റെ ഉള്ളിലായിക്കോളൂ? എലിപ്സിന്റെ ഉള്ളിലായിക്കോളൂ. സോ എലിപ്സിന്റെ ഉള്ളിൽ ആരെ കൊടുത്ത്? സ്റ്റാർട്ടിനെ കൊടുത്ത്. പിന്നെ പറയുന്നത് ഇൻപുട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഇൻപുട്ട് n പാരലോഗ്രത്തിന്റെ ഉള്ളിൽ കൊടുത്ത്. അടുത്ത സ്റ്റെപ്പിൽ പറയണത് a is equal to 1 s is equal to 0 അപ്പൊ നമ്മൾ ഈക്വൽ ടു വന്നാൽ റെക്ടാങ്കിളിലെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ a is equal to 1 s is equal to 0. കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി അടുത്ത കണ്ടീഷൻ നോക്കിയേ, a ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ ഒരു ചെക്കിംഗ് ആണ്, ഒരു കണ്ടീഷൻ ആണത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അങ്ങനെയൊക്കെ വന്നാൽ നമ്മൾ യൂസ് ചെയ്യണത് ആരേക്കുള്ളൂ? റോംബസിനേക്കുള്ളൂ. ഇവിടെ കൊടുത്തത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇത്രയും കണ്ടീഷൻ ആണ് നമുക്ക് ഏതൊക്കെ സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 5ഉം സ്റ്റെപ്പ് 6ഉം. അതായത് s is equal to s plus a യും a is equal to a plus 1ഉം. ഈ രണ്ട് സ്റ്റെപ്പും നമുക്ക് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? s is equal to s plus a കൊടുക്കുക, a is equal to a plus 1 കൊടുക്കുക. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കാം. കുഴപ്പമുണ്ടോ? അപ്പൊ ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോളും, ഒരു ലൂപ്പ് പോലെ വർക്ക് ചെയ്യും. അതിലാണ് നമ്മൾ റോംബസിന്റെ അടുത്ത പ്രയോജനം, ഒരു ലൂപ്പായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. ഇത്രേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? സ്റ്റെപ്പ് 5ഉം 6ഉം എയുടെ വാല്യൂ n ആവണ വരെ റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ കൊടുത്ത് നമ്മൾ ആ റിപ്പീറ്റ് ചെയ്യുന്ന രണ്ട് സ്റ്റെപ്പും ഉള്ളിൽ കൊടുത്തിട്ട് എന്ത് ചെയ്ത് ഈ ലൂപ്പ് കൊണ്ട് ഇവിടെ കണക്ട് ചെയ്ത്. അപ്പൊ ഇത് n ടൈംസ് ഇവിടെ കിടന്ന് കറങ്ങിക്കോളും. ഇനി കണ്ടീഷൻ തെറ്റുമ്പോ നമുക്ക് എന്ത് പറയാം? പ്രിന്റ് സം. അതെന്തിന്റെ ഉള്ളിൽ കൊടുത്ത്? പാരലോഗ്രത്തിന്റെ ഉള്ളിൽ കൊടുത്തത് പ്രിന്റ് s. ഓക്കെ, ഇനി അടുത്ത് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഇത് പഠിച്ചു വെക്കാം. അതായത് ഇതിന്റെ ഓരോരോ കണ്ടീഷൻസ് പഠിച്ചത്, അതായത് സം എന്താ സംഭവിക്കണത്, എയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണത് എങ്ങനെയാണ്, ഓക്കെ, അങ്ങനെ പഠിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടാ. ഇനി ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞേക്കണത്. ഫ്ലോ ചാർട്ട് വരയ്ക്കണം, അൽഗോരിതം അറിയണം വേണ്ടേ? അപ്പൊ നമുക്ക് ജസ്റ്റ് അൽഗോരിതം എഴുതി കൊടുക്കാം. സ്റ്റെപ്പ് 1 എന്തൊന്നായിക്കൊള്ളൂ? സ്റ്റെപ്പ് 1 സ്റ്റാർട്ട് ആയിരിക്കുള്ളൂ. അപ്പൊ ടീച്ചർ എന്ത് കൊടുത്ത്? സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്താ പറയേണ്ടത്? ഇൻപുട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയേണ്ടത്. ഇവിടെ പറഞ്ഞിരുന്ന എന്ത്? റെക്ടാങ്കിളിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a is equal to l into b അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എന്ത്? ഏരിയ. അപ്പൊ എനിക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും വേണ്ടേ? അതറിഞ്ഞാലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എന്ത്? ഇൻപുട്ട് l, b. ആരൊക്കെയാണ് അപ്പൊ എനിക്ക് ഇൻപുട്ട് ചെയ്യേണ്ടത്? ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും. സോ ഒരാളെ l എന്ന് വിളിച്ച് അടുത്ത ആളെ b എന്ന് വിളിച്ച്. കുഴപ്പമുണ്ടോ? ഇനി ഇക്വേഷൻ കൊടുക്കുന്നത് സ്റ്റെപ്പ് 3 ഏരിയ is equal to ഏരിയയുടെ ഏട്ടാ a is equal to l into b. ഇവിടെ നോക്കിയാൽ ഇൻറ്റു കൊടുത്ത് എങ്ങനെയാണ്? നിങ്ങൾ ഇൻറ്റു ഇങ്ങനെ ഈക്വള്ളൂ മൾട്ടിപ്ലിക്കേഷൻ. നമ്മളെ കമ്പ്യൂട്ടറിനുള്ളിലോട്ട് വരുമ്പോൾ അതൊരു സ്റ്റാർ സിമ്പൽ ആണ് കേട്ടോ. അപ്പൊ l സ്റ്റാർ b. ഓക്കെ ഇല്ലേ? അപ്പൊ നമ്മളിപ്പോ എന്ത് കണ്ടുപിടിച്ചു? ഏരിയ കണ്ടുപിടിച്ചു. ഇനി ഏരിയനെ പ്രിന്റ് ചെയ്യിപ്പിച്ചാ പോരെ? സ്റ്റെപ്പ് 4 ഏരിയ എവിടെയാണുള്ളത്? എയിലുണ്ട്. സോ പ്രിന്റ് എ. കുഴപ്പമുണ്ടോ? ഇല്ല. ലാസ്റ്റ് സ്റ്റെപ്പ് 5 ആയിട്ട് നമുക്ക് എന്ത് പറയാം? സ്റ്റോപ്പ്. ഓക്കെ ആണോ? അപ്പൊ എന്താ പറഞ്ഞത്?
സ്റ്റെപ്പ് 1 എന്തായിരിക്കുള്ളൂ? സ്റ്റാർട്ട് ആയിക്കൊള്ളൂ. സ്റ്റെപ്പ് 2 ഇൻപുട്ട് L into B. സ്റ്റെപ്പ് 3 A is equal to, അതായത് ഏരിയ is equal to L into B. സ്റ്റെപ്പ് 4 അല്ല, നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് വെച്ചാൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. പ്രിന്റ് A ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് സ്റ്റോപ്പ്. ഇനി നമുക്ക് നോക്കിയാലോ, നോക്കിയേ. സ്റ്റാർട്ട് ഏത് സിമ്പലിനുള്ളിലാ? എലിപ്സിന്റെ ഉള്ളിലാണ്. സോ എലിപ്സിന്റെ ഉള്ളിൽ കൊടുത്തത് സ്റ്റാർട്ട്. ഇൻപുട്ട് എൽ കോമ ബി. അപ്പൊ ഇൻപുട്ട് ചെയ്യേണ്ടത് പാരലലോഗ്രത്തിന്റെ ഉള്ളിലാണ്. പാരലലോഗ്രത്തിന്റെ ഉള്ളിൽ കൊടുത്ത് A is equal to L into B. ഈക്വൽ ടു കണ്ട ആരാണ് യൂസ് ചെയ്യേണ്ടത്? റെക്ടാങ്കിളിലാണ്. സോ റെക്ടാങ്കിളിൽ എന്ത് കൊടുത്ത്? ഏരിയ is equal to L into B. ഇവിടെ ടീച്ചർ A എന്നാണ് കൊടുത്തേക്കുന്നത്. അവർ കൊടുത്തേക്കുന്നത് ഏരിയ എന്നാണ്. നോ പ്രോബ്ലം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം നമുക്ക്. ഇനി ഇവിടെ നോക്കിയേ, പ്രിന്റ് ഏരിയ. ഇവിടെ ഇവരുടെ എല്ലിനെയും ബിനെയും മൾട്ടിപ്ലൈ ചെയ്തേക്കണത് ഏരിയയിലോട്ടാണ് സ്റ്റോർ ചെയ്തേക്കണത്. സോ ഇവരെന്ത് പറഞ്ഞു? പ്രിന്റ് ഏരിയ. നമ്മളുടെ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കണത്? എയിലാണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു? പ്രിന്റ് എ. ഇനി ഞാനിവിടെ സ്റ്റോർ ചെയ്യണത് എ മാറ്റി കണ്ടിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാൻ പോണത് ബി ആണ്. ബി ഈസ് ഈക്വൽ ടു L into B എന്നാണ് പറഞ്ഞേക്കണത്. ഇവിടെ എന്ത് പറയാ? പ്രിന്റ് ബി. നമ്മൾ എന്തിലോട്ടാണ് സ്റ്റോർ ചെയ്തേക്കണത്? അയാളിൽ പ്രിന്റ് ചെയ്യിപ്പിക്കേണ്ടത് കേട്ടാ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാട്ടെ. ഇനി നിങ്ങൾ അൽഗോരിതം ഫ്ലോ ചാർട്ടും എഴുതാൻ പഠിക്കണം കേട്ടാ. ഇനി ഇപ്പൊ നമ്മൾ നോക്കിയ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ മക്കളെ? ഫേസസ് ഇൻ പ്രോഗ്രാമിംഗില് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ നമ്മ പഠിച്ചു. പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് നമ്മളിപ്പോ പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിയേ, കോഡിംഗ് ദ പ്രോഗ്രാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കോഡിംഗ് ദ പ്രോഗ്രാം. ഈ കോഡിംഗ് ദ പ്രോഗ്രാം ആണ് നമ്മ പഠിക്കാൻ പോണത്. ഇനി നോക്കിയേ, കോഡിംഗ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം യൂസിങ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതായത് കോഡിംഗ് എന്ന് പറഞ്ഞാല് നമ്മൾ അൽഗോരിതം ഫ്ലോ ചാർട്ട് ഒക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോണ്? പ്രോഗ്രാം എഴുതാൻ പോണ്. അതിനാണ് കോഡിംഗ് എന്ന് പറയാം. ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്തും കണ്ടിട്ട് ഞാനൊരു പ്രോഗ്രാം എഴുതിയെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കോഡിംഗ് എന്ന് പറയാം. ഓക്കെ, പ്രോഗ്രാം എഴുതണേനാണ് എന്ത് പറയാം? കോഡിംഗ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ദ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻ ടു സോൾവ് എ പ്രോബ്ലം യൂസിങ് എന്ത് ലാംഗ്വേജ്? ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞത് ട്രാൻസ്ലേഷൻ ആണ്. ഫേസസ് ഇൻ പ്രോഗ്രാമിംഗിൽ കോഡിംഗ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്ത്? ട്രാൻസ്ലേഷൻ. അതായത് നമുക്കറിയാം നമ്മളെല്ലാവരും പ്രോഗ്രാം എഴുതുന്നത് ഏത് ലാംഗ്വേജിലാണ്? ഇവിടെ പറഞ്ഞു ഓൾറെഡി, എന്ത്? ഹൈ ലെവൽ ലാംഗ്വേജിലാണ്. നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണെന്ത്? ഹൈ ലെവൽ ലാംഗ്വേജ്. കമ്പ്യൂട്ടറിന് ഹൈ ലെവൽ ലാംഗ്വേജ് അറിയോ? ഇല്ല. കമ്പ്യൂട്ടർ അതിനെ എന്തിലോട്ട് മാറ്റും? ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റും. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടർ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ടീച്ചർ ഇവിടെ നിന്ന് ഇംഗ്ലീഷിൽ ഭയങ്കര ക്ലാസ് എടുക്കുകയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് ഒന്ന് ക്യാച്ച് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ മനസ്സിലിട്ട് അതിന് നമ്മളെ ഭാഷയായിട്ടുള്ള മലയാളത്തേക്ക് മാറ്റും. അങ്ങനല്ലേ ചെയ്യാ? അതുപോലെ തന്നെയാണ് ആര്? കമ്പ്യൂട്ടറും എന്ത് ചെയ്യും? ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റും. നമ്മൾ മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലെ പുള്ളിക്കാരെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റും. അതിനാണ് എന്ത് പറയാ? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻടു ഇറ്റ്സ് ഇക്വാലന്റ് വേർഷൻ ഓഫ് മെഷീൻ ലാംഗ്വേജ്. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റണം. മെഷീൻ ലാംഗ്വേജ് മീൻസ് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റണേനാണ് നമ്മൾ എന്ത് പറയാ? ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് into its equivalent version of machine language. ഇനി ഇവിടെ നോക്കിയേ, ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്നതാണ് സോഴ്സ് കോഡ്. എന്നാണ് വിളിക്കാം. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് വിളിക്കാം? സോഴ്സ് കോഡ് എന്ന് വിളിക്കാം. ലോ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഒബ്ജക്ട് കോഡ് എന്ന് വിളിക്കാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ, എ പ്രോഗ്രാം റിട്ടൺ ഇൻ HLL is known as. HLL എന്ന് പറഞ്ഞാൽ എന്താ? ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോൺ ആസ്. ഇവിടെ പറഞ്ഞത് source code. A program written in HLL is known as source code. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a program written in LLL is known as. LLL എന്ന് പറഞ്ഞാൽ എന്താ? ലോ ലെവൽ ലാംഗ്വേജ്. എന്ത് പറയാം? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? മെഷീൻ ലാംഗ്വേജ്. ഞാൻ എന്ത് പറയാം? ഒബ്ജക്ട് കോഡ്. ഓക്കെ, ഇവിടെ കൊടുത്തേക്കണം. നോക്കിയേ, സോഴ്സ് കോഡിൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ നമ്മൾ
ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ എന്തിലോട്ട് മാറ്റണം, ഒബ്ജക്റ്റ് കോഡിലോട്ട് മാറ്റണം. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടിട്ട് എന്തിലോട്ട് മാറ്റണം, ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലോട്ട് മാറ്റണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് പറഞ്ഞത് ഡീബഗ്ഗിങ് ആണ്. ബഗ് എന്നൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും അല്ലെ, കേട്ടിട്ടുണ്ടോ ബഗ് എന്നൊക്കെ? അതായത് നമ്മളെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ വരുന്ന എററുകൾ നമ്മൾ എന്ത് വിളിക്കാം, ബഗ്സ് എന്ന് വിളിക്കാം. നമ്മുടെ പ്രോഗ്രാമിന്റെ ഉള്ളിൽ എന്തൊക്കെ എറർ ഉണ്ടോ അതിനെല്ലാത്തിനും നമുക്ക് എന്ത് വിളിക്കാം, ബഗ് എന്ന് വിളിക്കാം. ഈ എററുകളെ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യും, അതിനെ വിളിക്കുന്നതാണ് ഡീബഗ്ഗിങ്. എന്താണ് അപ്പൊ പ്രോഗ്രാമിന്റെ ഉള്ളിലെ എററുകളെ നമുക്ക് എന്ത് വിളിക്കാം, ബഗ് എന്ന് വിളിക്കാം. ഈ ബഗ്ഗിനെ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യണതിനെ നമുക്ക് എന്ത് പറയാം, ഡീബഗ്ഗിങ് എന്ന് പറയാം. സോ നോക്കിയോ, പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ നോൺ ആസ് ബഗ്സ്. പ്രോഗ്രാമിലുള്ള എററുകളെ നമുക്ക് എന്ത് പറയാം, ബഗ്സ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ്. എറേഴ്സിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യണതിനെ നമുക്ക് എന്ത് പറയാം, ഡീബഗ്ഗിങ് എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് കറക്റ്റിംഗ് ദ എറേഴ്സ് ഈസ് കോൾഡ് ഡീബഗ്ഗിങ്. ഓക്കെ ആണോ? നമ്മൾ ആ ഫേസും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത അതിന് മുന്നായിട്ട് നമുക്ക് എററുകൾ ഏതൊക്കെയെന്ന് പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് എററുകൾ ഉണ്ടെന്ന്. എററിനെ കണ്ടുപിടിക്കുന്ന ഡീബഗ്ഗിങ് എന്ന് പറയാം. സോ ഇനി എറർ ഏതൊക്കെയെന്ന് നോക്കാം. ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് വേണ്ട മക്കൾ ഇതൊക്കെ. ഈ ഡീബഗ്ഗിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം. ആദ്യത്തെ എററാണ് സിന്റാക്സ് എറർ. സിന്റാക്സ് എറർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ റൂൾസ് ഒന്നും ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതാണ് സിന്റാക്സ് എറർ. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. ഈ റൂൾസും കാര്യങ്ങളൊന്നും ടീച്ചർ എന്നല്ല ഒരു പ്രോഗ്രാമോട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന എറർ ആണെന്ത്, സിന്റാക്സ് എറർ. സോ നോക്കിയേ, errors which occur when the rules or a syntax of the programming language are not followed. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ സിന്റാക്സ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരുന്ന എററിനെ നമുക്ക് എന്ത് പറയാം, സിന്റാക്സ് എറർ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത എററാണ് ലോജിക്കൽ എറർ. ഈ ലോജിക്കൽ എറർ എന്ന് പറയുമ്പോൾ നമ്മളെ കുഴപ്പമുണ്ട്. അതായത് നമ്മളാണ് പ്രോഗ്രാമേഴ്സ്, നമുക്ക് നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ചൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഇല്ല, ഒരു ഇംപ്രോപ്പർ പ്ലാനിങ് ആണ്. നമുക്ക് മര്യാദക്ക് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ചെയ്തേക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ അവിടെ എന്ത് വരും, ലോജിക്കൽ എറർ. അത് നമ്മളെ ലോജിക്കിന്റെ പ്രശ്നമാണ്. അതായത് നമ്മളെ പ്രോഗ്രാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാത്തതിന്റെ പ്രശ്നം, ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്. അതിന് നമുക്ക് എന്ത് പറയാം, ലോജിക്കൽ എറർ. സോ ലോജിക്കൽ എറർ ഈസ് ഡ്യൂ ടു ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്. പ്രോഗ്രാം ലോജിക്കിനെ മര്യാദക്ക് പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് വരുന്ന എറർ ആണ് എന്ത്, ലോജിക്കൽ എറർ. ഇനി അടുത്തതാണ് റൺ ടൈം എറർ. റൺ ടൈം എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്താണ് എറർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, റൺ ടൈം എറർ എന്ന് പറയാം. എക്സാമ്പിൾ, നമുക്കൊരു സാധനത്തിന് 5/0, നമുക്കൊരു സാധനം 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ചെയ്ത് നോക്ക്, പറ്റില്ല. നമുക്കൊരു സാധനത്തിനെയും 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ ഇത് ചെയ്ത് നോക്കുമ്പോഴേക്കുള്ള അതൊരു എറർ ആണ് എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവാം. അതിനെയാണ് നമുക്ക് എന്ത് പറയാം, റൺ ടൈം എറേഴ്സ് എന്ന് പറയാം. അതായത് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമിൽ, അതായത് പ്രോഗ്രാം റൺ ചെയ്യണ സമയത്താണ് ഒരു എറർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, റൺ ടൈം എറർ എന്ന് പറയാം. എറേഴ്സ് വിച്ച് ഒക്കർ ഡ്യൂറിങ് പ്രോഗ്രാം എക്സിക്യൂഷൻ. പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്താണ് എറർ ഉണ്ട് എന്ന് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, റൺ ടൈം എറർ എന്ന് പറയാം. എക്സാമ്പിൾ നോക്കിയേ, division by 0. ഓക്കെ ആണോ? ഇനി അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്. അതായത് എല്ലാ നമ്മളെ പ്രോഗ്രാമും ട്രാൻസ്ലേഷനും ഡീബഗ്ഗിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പോണു, ഇപ്പൊ പ്രോഗ്രാം റൺ ചെയ്യിപ്പിച്ച് നോക്കാൻ പോണു. സംഭവം സക്സസ് ആണോ എന്ന് അറിയണ്ടേ നമുക്ക്. സോ റൺ ചെയ്യിപ്പിച്ച് നോക്കാൻ പോണ്. അതിന് നമുക്ക് എന്ത് പറയാം, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയാം. Running the program to process the test data that will produce known result. നമ്മൾ കൊടുത്ത ഡാറ്റകളെല്ലാം നമ്മളെ റിസൾട്ട് തരണുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റണ്ണിങ് ദ പ്രോഗ്രാം, പ്രോഗ്രാമിനെ റൺ ചെയ്യിപ്പിച്ച് നോക്കിയാണ്. അതിന് നമുക്ക് എന്ത് പറയാം, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയാം. ഇനി അടുത്ത സ്റ്റെപ്പാണ്
ഡോക്യുമെന്റേഷൻ. നമ്മളെ ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യാം, ഡോക്യുമെന്റ് ചെയ്ത് സൂക്ഷിക്കാം, പറ്റൂലേ? ഇപ്പൊ ഞാനൊരു പേപ്പറിൽ ഒരു ചെറിയ യൂസർ മാനുവൽ ഒക്കെ പോലെ പ്രോഗ്രാം എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് എന്റെ പ്രോഗ്രാം എന്ന് വിചാരിക്കും, ഈ പ്രോഗ്രാമിന്റെ സൈഡിൽ ഞാൻ കമന്റ്സ് എഴുതി വെക്കും, സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കും, അതും ഒരു ടൈപ്പ് ഓഫ് ഡോക്യുമെന്റേഷൻ ആണ്. അപ്പൊ നോക്കിക്കോ, റൈറ്റിംഗ് കമന്റ്സ് ഇൻ ദ സോഴ്സ് കോഡ് ഈസ് നോൺ ആസ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. അതായത് ഇത്രേ ഉള്ളൂ. നിങ്ങളിപ്പോ ചില സബ്ജക്ട് മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ചില ഇക്വേഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചിലപ്പോൾ റിസൾട്ട് കണ്ടുപിടിച്ചേക്കണം, ഔട്ട്പുട്ട് കണ്ടുപിടിച്ചേക്കണത്. അപ്പൊ നമ്മളെ ബുക്കിന്റെ സൈഡിൽ എഴുതി വെക്കൂലേ, അവിടെ യൂസ് ചെയ്ത ഫോർമുല ഇതാണ്, ഇങ്ങനെയാണ് ആൻസർ വന്ന. ടീച്ചർക്ക് അങ്ങനെയാണ് പഠിച്ചിരുന്ന സമയത്ത് സൈഡിൽ എഴുതി വെക്കുമായിരുന്നു എങ്ങനെയാണ് ആൻസർ വന്നാന്നുള്ളത്. നിങ്ങൾ അതുപോലെ എഴുതി വെക്കണ പോലെ നമുക്ക് പ്രോഗ്രാമിന്റെ ഉള്ളിലും എന്ത് ചെയ്യാം, അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അങ്ങനെ എഴുതി വെക്കണേനാണ് എന്ത് പറയാ, കമന്റ്സ് എന്ന് പറയാം. അപ്പൊ ഒരു പ്രോഗ്രാമിനുള്ളിൽ കമന്റ്സ് എഴുതണേ നമുക്ക് എന്ത് പറയാം, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. റൈറ്റിംഗ് കമന്റ്സ് ഇൻ ദ സോഴ്സ് കോഡ് ഈസ് നോൺ ആസ് ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. ഈ ഇന്റേണൽ ഡോക്യുമെന്റേഷൻ ഡീബഗിംഗ് പ്രോസസ്സിനും പ്രോഗ്രാം മോഡിഫിക്കേഷനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ചോദിക്കും, ഏത് ഫേസ് ആണ് ഡീബഗിങ്ങിനും പ്രോഗ്രാം മോഡിഫിക്കേഷനും നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡീബഗിംഗ് പ്രോസസ് ആൻഡ് പ്രോഗ്രാം മോഡിഫിക്കേഷൻ അറ്റ് ലേറ്റർ സ്റ്റേജ്. ഇനി നെക്സ്റ്റ്, പ്രിപ്പയറിംഗ് യൂസർ മാനുവൽ ആൻഡ് സിസ്റ്റം മാനുവൽ ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ. അതായത് നമ്മളെ പ്രോഗ്രാമിന്റെ ഒരു യൂസർ മാനുവലോ സിസ്റ്റം മാനുവലോ ഉണ്ടാക്കണമെന്ന് നമുക്ക് എന്ത് പറയാം, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. അതായത് നമ്മളെ വീട്ടിലൊരു സാധനം പുതിയതായിട്ട് വാങ്ങുമ്പോൾ അതിന്റെ ഒരു യൂസർ മാനുവൽ ഒക്കെ ഉണ്ടാവൂലേ, അതേപോലെ നമ്മളെ പ്രോഗ്രാമിന്റെയും ഒരു യൂസർ മാനുവൽ ഹാർഡ് കോപ്പി രൂപത്തിൽ നമ്മൾ ഒരു യൂസർ മാനുവൽ ഉണ്ടാക്കിയാൽ അതിനെ നമുക്ക് എന്ത് പറയാം, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. അപ്പൊ ഇതാണ് നമ്മളെ ഫൈനൽ സ്റ്റെപ്പ് ഇട്ട മക്കളെ. നമ്മൾ എന്താ ചാപ്റ്റർ കഴിഞ്ഞു, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും കൂടെ നോക്കിയാൽ നമുക്ക്, അതായത് നമ്മള് ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ് ആണ് പഠിച്ചത്. കണ്ട, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അതായത് ഒരു പ്രോബ്ലത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റ ഒക്കെയാണ്, അതിന്റെ ക്വാണ്ടിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യണേ നമുക്ക് എന്ത് പറയാം, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, അതിന്റെ ഡാറ്റന്റെ ക്വാണ്ടിറ്റി പിന്നെ സൈസ് ഇതൊക്കെ അനലൈസ് ചെയ്യണത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. ഇനി പ്രിപ്പയറിംഗ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാലോ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഓഫ് അൽഗോരിതം, അത് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, കോഡിംഗ്. പ്രോഗ്രാമിന് ഹൈ ലെവൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതണമെങ്കിൽ അതിന് എന്ത് പറയാം, കോഡിംഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ, അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയേക്കണ പ്രോഗ്രാമിനെ ലോ ലെവൽ ലാംഗ്വേജിലോട്ട് മാറ്റണം, അതിന് നമുക്ക് എന്ത് പറയാം, ട്രാൻസ്ലേഷൻ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, ഡീബഗിംഗ്. പ്രോഗ്രാമിന്റെ ഉള്ളിലെ എററുകളെ നമുക്ക് എന്ത് വിളിക്കാം, ബഗ്സ് എന്ന് വിളിക്കാം. പ്രോഗ്രാമിംഗ് എറേഴ്സ് ആർ നോൺ ആസ് ബഗ്സ്. ഈ ബഗുകളെ കണ്ടുപിടിച്ച്, അതായത് ഈ എററുകളെ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്യണേ നമുക്ക് എന്ത് വിളിക്കാം, ഡീബഗിംഗ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, അതായത് നമ്മളെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, പ്രോഗ്രാമിനെ റൺ ചെയ്യിപ്പിച്ച് നോക്കാൻ പോകണം. അതിന് നമുക്ക് എന്ത് പറയാം, എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയാം. അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഡോക്യുമെന്റേഷൻ. ഡോക്യുമെന്റേഷൻ രണ്ട് ടൈപ്പാണുള്ളത്. എന്തൊക്കെയാണ്, ഇന്റേണൽ ഡോക്യുമെന്റേഷനും ഉണ്ട്, പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടല്ലോ, ആരാണത്, രണ്ടാമത്തത് എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷനും ഉണ്ട്. ഇന്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ ഉള്ളിൽ കമന്റ്സ് എഴുതണതാണ്. എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം മാനുവലോ യൂസർ മാനുവലോ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് എന്താ പറയാ, എക്സ്റ്റേണൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്.